ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? പോപ്പുലേഷൻ എന്താണ്, അതേപോലെ തന്നെ സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിങ്ങിലെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, പോപ്പുലേഷൻ, സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് എറർ, റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ സാമ്പിളിംഗ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ടാർഗറ്റ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗിവൺ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രോബ്ലം, അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പല തരത്തിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ റിസർച്ചിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ടോപ്പിക് എന്താണോ, ആ ടോപ്പിക് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പോപ്പുലേഷനെ ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മളുടെ സ്റ്റഡി എന്താണോ ആ സ്റ്റഡിക്ക് എത്ര പോപ്പുലേഷൻ വേണം, അതിന് അനുയോജ്യമായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അസ്യൂം ദാറ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിങ് അട്രീഷൻ എമംഗ് യങ് പ്രൊഫഷണൽസ് ഇൻ ഇന്ത്യ. ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ കൂടി ഒപ്പം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്, അതായത് ഇന്ത്യയിൽ യങ് പ്രൊഫഷണൽസ് എത്ര പേര് ആ ഒരു ജോബുമായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ യങ് പ്രൊഫഷണൽസിൻ്റെ ആ ഒരു അട്രീഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വിചാരിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ യങ് പ്രൊഫഷണലിനെ പറഞ്ഞിട്ടുള്ളൂ, അതിനൊരു ക്ലാരിറ്റി അവിടെ വന്നിട്ടില്ല. യങ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അതൊരു വെയ്ഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ഇല്ലാത്തൊരു സെൻറ്റൻസ് ആണ്. കാരണം അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ എന്താണ് എന്നുള്ളത്. കാരണം ബെറ്റർ ഡെഫിനിഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ദിസ് കേസ് വുഡ് ബി സ്റ്റഡി ദ അട്രീഷൻ എമംഗ് IT professional in the age group of 25 to 35 years in India. അപ്പോഴാണ് നമ്മുടെ ആ സ്റ്റഡി അവിടെ ക്ലാരിഫിക്കേഷൻ അവിടെ വരുന്നുള്ളൂ. കാരണം യങ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏജ് ഗ്രൂപ്പ് എന്താണെന്ന് അവിടെ സ്പെസിഫൈഡ് അല്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ സാമ്പിളിംഗ് പ്രോസസ്സിൽ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഗിവൺ പ്രോബ്ലം എന്താണോ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന ആ പ്രോബ്ലത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പോപ്പുലേഷനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം യങ് പ്രൊഫഷണൽ എന്നൊരു വേർഡ് കൊണ്ട് മാത്രം നമുക്ക് ഏതാണ് യങ്, 18 കഴിഞ്ഞുള്ളതാണോ 21 കഴിഞ്ഞിട്ട് ഏത് ഏജ് വരെ ഉള്ളവരെ നമ്മൾ എടുക്കണം ഇതിന് സ്റ്റഡി ചെയ്യാൻ എന്നുള്ളത് ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ആ യങ് പ്രൊഫഷണൽ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 25 to 35 പറയുമ്പം വളരെ ക്ലിയർ ആണ്. ഇന്ത്യയിലുള്ള 25-നും 35-നുള്ള ഇടയിലുള്ള ആളുകളെയാണ് ഇതിലേക്ക് സ്റ്റഡി എടുക്കേണ്ടത് എന്ന് അവിടെ ക്ലാരിറ്റി വന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം, സാമ്പിളിംഗ് ഫ്രെയിം സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്കൂൾ എടുക്കുക, അതാണ് സാമ്പിളിംഗ് ഫ്രെയിം. ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടോ അത് പോപ്പുലേഷൻ. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു ക്ലാസ്സിനെ ഫോക്കസ് ചെയ്യുമ്പം അതെന്തായി, അവിടെ സാമ്പിളായി. ഓക്കെ, അപ്പോൾ ആ ഒരു സാമ്പിളിംഗ് ഫ്രെയിം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാമ്പിളിംഗ് ഫ്രെയിം ഡിഫൈൻ ദ സോഴ്സ് ഓർ മെത്തേഡ് പ്രൊസീജിയർ യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ദ എലമെന്റ്സ് ഓഫ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. ചോയ്സ് ഓഫ് സാമ്പിളിംഗ് ഫ്രെയിം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആക്യുറസി ഓഫ് ദ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിക്ക് എത്രത്തോളം ആക്യുറസി വേണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിമും സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ IT പ്രൊഫഷണൽ എന്ന് പറഞ്ഞു, ഏജ് ഗ്രൂപ്പ് ഇന്നതാന്ന് പറഞ്ഞു. ഇനി ഏത് ഭാഗത്തെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ആണോ, ഒരു സ്റ്റേറ്റിലെ ആണോ, അല്ല ഇങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയിലെ ആണോ, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഈ 25 to 35 പ്രൊഫഷണൽസിനെ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് സാമ്പിളിംഗ് ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ്. ഇനി അതിൽ ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു ഏകദേശ കണക്ക് പ്രകാരം ഏതെങ്കിലും ഒരു സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആളുകൾ ഒരു 1000 ആണെന്ന് വിചാരിക്കാം. പക്ഷെ 1000 പേരെയും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ സാമ്പിൾ സൈസ് നമ്മുടെ സ്റ്റഡിക്ക് എത്ര വേണം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സാമ്പിൾ സൈസ് ഫോർ ഡാറ്റ കളക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് സിൻസ് കളക്ടിങ് ഡാറ്റ ക്യാൻ ബി എക്സ്പെൻസീവ്. ഒരു ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമ്മുടെ സ്റ്റഡിക്ക് എത്ര സാമ്പിൾസ് എടുത്താലാണ് ആക്യുറസി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. പിന്നെ എടുക്കുന്ന സാമ്പിൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സ്റ്റഡിക്ക് അനുയോജ്യമായതാവണം. നമുക്ക് വേണ്ടത്ര അളവിൽ ഡാറ്റ കിട്ടാതെ ആവരുത്. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള സാമ്പിൾ ഒന്നും എടുക്കരുത്. കാരണം അങ്ങനെ ആ ഒരു പ്രിസിഷൻ നമുക്ക് കൃത്യമായിട്ട് ആ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും നമുക്കവിടെ സാധിക്കില്ല.
സാമ്പിൾ സൈസ് അനലിറ്റിക്സ് പ്രൊജക്ട്സിന് വേണ്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് സൈസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡിസൈർഡ് ലെവൽ ഓഫ് കോൺഫിഡൻസ്, മാർജിൻ ഓഫ് എറർ, ഇതൊക്കെ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ടേമുകളാണ്. ഇപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. അപ്പം ആ ഒരു ടേം ഇതൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ. അപ്പം അതിൽ ഈ പറഞ്ഞ പോയിന്റുകൾ എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിൻ്റെ നോക്കിയിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സാമ്പിളിംഗ് മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ടാർഗറ്റ് പോപ്പുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, സാമ്പിളിംഗ് ഫ്രെയിം ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അതിന് സാമ്പിൾ സൈസ് എത്ര എടുക്കണം തീരുമാനിക്കാം, പിന്നെ എന്ത് സാമ്പിളിംഗ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കാണ് യൂസ്ഡ് ഫോർ സെലക്ടിങ് ഇൻഡിവിജ്വൽ കേസസ് ഇൻ ദ സാമ്പിൾ ഫ്രം ദ ടാർഗറ്റ് പോപ്പുലേഷൻ യൂസിങ് ദ സാമ്പിളിംഗ് ഫ്രെയിം. സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് എത്ര സാമ്പിൾസ് എടുക്കണം എന്നുള്ളത്. ഇനി ആ സാമ്പിൾസിനെ എങ്ങനെ യൂസ് ചെയ്ത്, എന്ത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് നമ്മുടെ സ്റ്റഡിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഒരു ഹയർ ലെവൽ ഒക്കെ ആണെന്ന് സാമ്പിളിംഗ് മെത്തേഡ് എപ്പോഴും പ്രധാനമായിട്ടും 2 കാറ്റഗറി ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതായത് സാമ്പിളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസും ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് 2 വിശാലമായിട്ടുള്ള കാറ്റഗറികൾ തന്നെ ഉണ്ട്. പ്രോബബിലിറ്റിക് സാമ്പിളിംഗും ഉണ്ട്, നോൺ പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗും ഉണ്ട്. പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ബൂസ്റ്റിംഗ് ആർ 2 പോപ്പുലർ സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ് അൽഗോരിതം. ബൂട്ട്സ്ട്രാപ്പും ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ടെക്നിക്കുകളാണ് ഈ 2 പേരുകൾ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. സാമ്പിളിംഗ് മെത്തേഡ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. സാമ്പിളിംഗ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് പ്രോബബിലിസ്റ്റിക്കും 2 നോൺ പ്രോബബിലിസ്റ്റിക്കും. പ്രോബബിലിസ്റ്റിക് തന്നെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും. അപ്പോൾ നമുക്ക് അതിൽ ഇനി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ഈ തേർഡ് ചാപ്റ്ററിൻ്റെ വരുന്നത് പ്രോബബിലിറ്റിക് സാമ്പിളിങ്ങിൽ ഒരു ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്താണ് പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് എന്ന്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചാൻസ്, സാധ്യത അല്ലേ? Sampling is a method of sampling in which every individual or element in a population has known and non-zero probability of being included in the sample. This approach is based on the principle of randomness, ensuring that each member of population has an equal, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേമുകളാണ്, ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ എഴുതേണ്ടതാണ്. ഈക്വൽ ആയിട്ടും അറ്റ്ലീസ്റ്റ് നോൺ ചാൻസ് ഓഫ് സെലക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ പ്രോബബിലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പിൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? പോപ്പുലേഷൻ എപ്പോഴും നമുക്ക് സ്റ്റഡി ചെയ്തെടുക്കാൻ പറ്റില്ല. ആ പോപ്പുലേഷനിൽ കുറച്ച് സാമ്പിൾസ് എടുത്തിട്ടായിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യാം. അപ്പോൾ ആ സാമ്പിൾ എടുക്കുന്ന സമയത്ത് അതിലിപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ 100 പേരാണ് പോപ്പുലേഷൻ എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ 50 പേരെയാണ് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. ആ 50 പേരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ 100ൽ 100 പേർക്കും സെലക്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പ്രോബബിലിറ്റി പറയുന്നത്. കാരണം ഇപ്പോൾ 100 ആളുകളെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ 100ൽ നിന്ന് എത്ര പേരെ എടുക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അതിലത്തെ ഓരോ വ്യക്തിക്കും സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസുകൾ അവിടെ ഉണ്ട്. ഈക്വൽ ചാൻസ് ആണുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ നോൺ സീറോ പ്രോബബിലിറ്റി എന്നാ പറയുന്നത്. സീറോ പ്രോബബിലിറ്റി പറഞ്ഞാൽ സാധ്യത ഇല്ല, പക്ഷെ നോൺ സീറോ പ്രോബബിലിറ്റി എന്താ? ഓരോ ആളുകൾക്കും സാധ്യത ഉണ്ട് എന്ന് പറയുന്ന അപ്രോച്ചാണ് പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് ഓരോരുത്തർക്കും പോപ്പുലേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെയാണ് പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? അപ്പോൾ ഇത് നമ്മൾ പഠിച്ചോളുക. ഇവിടെ മുതൽ ഇതുവരെ തന്നെ അത് പഠിക്കുക. എന്നാലാണ് 3 മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ളത്. അപ്പോൾ ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. ഞാനിവിടെ പറയുന്ന പോയിന്റുകൾ അതേപോലെ മാർക്ക് ചെയ്യുക. ആ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അത്രയും എഴുതി വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് എന്താണെന്നുള്ളത് 3 മാർക്കിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എസ്സേക്ക് വരാം, കാരണം ഇതിൻ്റെ ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഇനി ഈ ഒരു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം മെയിൻ ഗോൾ തന്നെ ഈ ഒരു സാമ്പിളിങ്ങിന് എന്താണ്? ക്രിയേറ്റ് എ സാമ്പിൾ ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുന്ന ടോട്ടലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ടോട്ടലിൽ നിന്നാണ് നമ്മൾ കുറച്ചെണ്ണത്തിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ആ എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പോപ്പുലേഷൻ്റെ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്
അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സാമ്പിളിംഗ് ബയാസുകളെ കുറയ്ക്കാൻ സാധിക്കും. എല്ലാ മെമ്പേഴ്സും പോപ്പുലേഷൻസിലെ ഒരേപോലെയുള്ള ആളുകളിൽ നിന്നായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് കൂടാതെ റിസർച്ചേഴ്സിന് എസ്റ്റിമേറ്റ് സാമ്പിളിംഗ് എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുർ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ 1000 പേര് താമസിക്കുന്ന ഒരു ചുറ്റുവട്ടത്തിൽ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 100 പേർക്ക് ഒരു പ്രത്യേക അസുഖം പിടിപെടുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾക്ക് ഇത്ര ശതമാനം ആളുകൾക്ക് ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയ ഈ അസുഖം കൂടാൻ സാധ്യത ഉണ്ട്. കാരണം ആ ടോട്ടൽ ആളുകളുടെ റിസൾട്ട് എന്നല്ല നമ്മൾ ഒരു റിസൾട്ടും പറയാറുള്ളത് അല്ലേ. പകരം മെജോറിറ്റി അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് എന്തുണ്ടോ അതിനെ നമ്മൾ എന്താ ചെയ്യുക, ജനറലൈസ് ചെയ്യുക. അതിൻ്റെ ബേസിസിലാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളിലെയും അസംഷൻ എന്ന് പറയുന്നത് എന്താ, എല്ലാറ്റിനെയും നമ്മൾ വിശദമായി പരിശോധിച്ചിട്ടല്ല, അതിലെ മെജോറിറ്റി കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻഷുർ ചെയ്യുക. സാമ്പിളിംഗ് എറർ കൃത്യമായിട്ട് എന്താണ്, സാമ്പിളിംഗ് എറർ ഒക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു അല്ലേ. കാരണം പോപ്പുലേഷൻ എടുത്ത് ചെയ്യുമ്പോഴുള്ള മീനും ഡീവിയേഷനും സാമ്പിൾസ് എടുത്ത് ചെയ്യുന്ന മീനും ഡീവിയേഷനും എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവ തമ്മിൽ ആ ഒരു ഡിഫറൻസ് തന്നെയാണ് എന്ത് പറയുന്നത്, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് സാമ്പിളിംഗ് എറർ, ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സും പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനുള്ള ഡിഫറൻസ് ആണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനറലൈസ് ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കൺക്ലൂഷൻ. നമ്മളെ ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്, അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി നമ്മൾ സെലക്ട് ചെയ്യുമ്പം ആ സ്റ്റഡിക്ക് വേണ്ട നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞല്ലോ പ്രോസസ്സിൽ വെറുതെ ഒരു ടേമിൽ നമുക്ക് സ്റ്റഡിക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് കൃത്യമായി ഡിഫൈൻ ചെയ്യണം എന്താ വേണ്ടതെന്നുള്ളത്. ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് സാമ്പിളിംഗ് ഫ്രെയിം സെലക്ട് ചെയ്യണം, പോപ്പുലേഷൻ അറിയണം, സാമ്പിൾ സെലക്ട് ചെയ്യണം, സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യണം. മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിലത്തെ ഒരു പ്രോബബിലിസ്റ്റിക് മെത്തേഡ് വരുമ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തുന്നു അതാണ് നമ്മൾ കൺക്ലൂഷനായിട്ട് കൊണ്ടുവരുന്നത്. അബൌട്ട് എ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ഡാറ്റ ഫ്രം എ സാമ്പിൾ. ഒരു പ്രത്യേക പോപ്പുലേഷൻ എടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള സാമ്പിൾസിനെ എടുത്തിട്ടാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അതിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് സാമ്പിളിംഗ് മെത്തേഡ് 2 തരം ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്, പ്രോബബിലിറ്റിസ്റ്റും അതുപോലെ നോൺ പ്രോബബിലിസ്റ്റിക്കുമാണ് പറഞ്ഞത്. ഇനി പ്രോബബിലിസ്റ്റിക് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റാൻഡം സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡും. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലത്തെ പ്രോബബിലിറ്റി മാത്രം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നോക്കാം, എന്താണ് റാൻഡം സാമ്പിളിങ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്